മുഖ്യമന്ത്രിയും CPM-ഉമായി പോരിനിറങ്ങി പുറത്തുവന്ന PV അൻവർ MLA ഇനി എങ്ങോട്ടെന്ന ചോദ്യത്തിന് ഉത്തരമായി. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. മതേതരത്വ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കും. ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്തും. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. CPM-ന്റെ വർഗീയവാദ ആരോപണം രാഷ്ട്രീയ മുന്നേറ്റത്തിന് തടസ്സമാവില്ല. ഞായറാഴ്ച മഞ്ചേരിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ 100,000 പേരെ പങ്കെടുപ്പിക്കും. ഇപ്പോൾ നിലമ്പൂരിൽ ചേർന്ന 10,000-10,000 ആളുകൾ ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരാണല്ലോ. മാമി കേസുമായി കോഴിക്കോട് കൂടിയവർ ആയിരക്കണക്കിന് ആളുകൾ അതും സാമൂഹ്യ വിരുദ്ധരാണല്ലോ. ഇനി ഈ വരുന്ന ഞായറാഴ്ച 6-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരിയിൽ നമ്മൾ ജില്ലാതല വിശദീകരണ യോഗം നടത്തുന്നുണ്ട്. PV അൻവർ പങ്കെടുത്ത നിലമ്പൂരിലെയും കോഴിക്കോട്ടെയും പൊതുയോഗങ്ങളിൽ വൻ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. CPM ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരും പൊതുയോഗത്തിനെത്തിയെന്നായിരുന്നു അൻവറിന്റെ അവകാശവാദം. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുമായി PV അൻവർ ആശയവിനിമയം നടത്തുന്നുണ്ടെന്നാണ് സൂചന. ഇതിന്റെ ഭാവി കൂടി പരിഗണിച്ചായിരിക്കും പുതിയ പാർട്ടി രൂപീകരണം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.